ഹാനിയെ എത്ര നാള് കൂടിയാ കാണുന്നേ. എന്താ നിന്റെ പാർട്ടി ഗൾഫിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതെയോ? ഇതൊന്നും തീർത്തിട്ട് പോടേ. ഞാൻ ഇനി ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കുന്നു. ലീവ് എടുക്കാൻ ഇതെന്താ സർക്കാർ ജോലിയാ? ഏതായാലും നിങ്ങൾ ചെയ്യും, ഇവൻ അവളെ ഒന്ന് കണ്ടോട്ട്. വാ. നീ ഗൾഫിൽ ചെന്നാലുടൻ എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞതല്ലേ? മറന്നൊന്നുമല്ല. അവിടെ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. ശമ്പളമൊക്കെ തീരെ കുറവാ. അതിലും ഭേദം ഇവിടെ നിക്ക. പോയവരൊക്കെ രക്ഷപ്പെടുമ്പം ഇങ്ങനെയാ പറയാറ്. അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഇനി എന്നാ മടക്കം? അത് കൊള്ളാലോ. വന്ന് കയറും മുമ്പ് മടക്കി അയക്കാനാ ധൃതി. അങ്ങനെ ചോദിച്ചല്ല, നിങ്ങളുടെ മോളുടെ കല്യാണമൊക്കെ കൂടിയിട്ടല്ലേ പോകുന്നുള്ളൂ എന്ന് ഉദ്ദേശിച്ച. മോളെ, നിന്നേക്കാൾ 3 വയസ്സിന് എളുപ്പമായവള്. പിന്നെ നല്ലൊരു ആലോചന വന്നപ്പോ പെട്ടെന്നങ്ങ് ഉറപ്പിച്ചു. ഇനിയിപ്പൊ ചേച്ചിയുടെ കാര്യം വഹിക്കണ്ട. ഒരാളിവിടെ കയറും പൊട്ടിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളത്തിനായി. നിനക്ക് 100 ആയിസ പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങ് എത്തിയല്ലോ. എന്തുവാടി നോക്കിയിരിക്കുന്നത്? കോമൺ സെൻസ് ഇല്ലാത്ത വർഗം. എടി, നിന്റെ ചേട്ടൻ കൂലി കളഞ്ഞിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞൊന്ന് മുതലാക്കട്ടെടി. എന്നോടെന്ത് പറയാനാ? ദിവസത്തിൽ 2 തവണയെങ്കിലും ഇവൻ നിന്നെ കുറിച്ച് പറയും. ഏതായാലും ആനി തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കല്യാണം നടത്തണം. കല്യാണത്തെ കുറിച്ചൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നേ ഇല്ല. പീറ്റർ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. പോട്ടടാ, നീ വാ. എന്നാലും അവളെന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ലല്ലോ. മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പോലെ. ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയതിന്റെ പത്രാസ. സാരമില്ലടാ. കാശുണ്ടാകുമ്പോ പഴയ സ്നേഹവും ബന്ധമൊക്കെ മറക്കുന്നു പറയുന്നത് നേരാ. ഗോപാൽജി വരൂ, വിളിക്കാം. നീ മോളെയും കൂട്ടി മേനോന്റെ വീട്ടിലേക്ക് ചെല്ലി. ഞാനങ്ങ് എത്തിയ. ശരി, വാ മോളെ. ആരാ അവര്? അദ്ദേഹം മൂലം രക്ഷപ്പെട്ട ഒരു പാവം പെണ്ണ. ഞങ്ങൾക്ക് അവള് സ്വന്തം മോളെ പോലെയാ. വാ. ആ പെൺകുട്ടിയെ മനഃപൂർവ്വം ഒഴിവാക്കിയല്ലേ? അതെന്റെ മോളാ ഗംഗ. ബോംബെയിലെ ആകാശമുട്ട ഉയർന്ന ഒരു ഫ്ലാറ്റിൽ നിങ്ങളുടെ മകളായി ഞാനും 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണോ ഈ പെണ്ണും? നീ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? ഇവിടെ ചേരിയിൽ കിടന്ന് നശിച്ചു തീരേണ്ട നീ ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. രക്ഷപ്പെട്ടു നിങ്ങളുടെ സഹായം കൊണ്ട് അല്ലേ? ഇവിടെ എല്ലാവരുടെയും വിചാരം ഞാൻ ഗൾഫിലാണെന്നാ. വിദേശത്ത് ഉയർന്ന ഉദ്യോഗം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ മോഹിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയി വൻ തുകയ്ക്ക് കൂട്ടിക്കൊടുക്കുന്ന റോയൽ പിമ്പാണ് താനെന്ന് എല്ലാരോടും വിളിച്ചു പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നെ ആശ്രയിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ ഓർത്ത് ഞാനത് ചെയ്യുന്നില്ല. എന്നെങ്കിലും എനിക്ക് അതിനുള്ള അവസരം കിട്ടും. കാത്തിരുന്നോ? അന്ന് തന്നെ തനി നിറ ഞാൻ വിളിച്ചു പറയും. ഒത്തിരി വെറൈറ്റി ഓർണമെന്റ്സ് ഉണ്ടല്ലോ. ഇത് കണ്ടോ? സ്പെഷ്യൽ മേക്കാ. കോയമ്പത്തൂരുള്ള തത്താനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാ. നോക്കിയേ, ഫെന്റാസ്റ്റിക്. ഇതുപോലൊന്നും എനിക്ക് വാങ്ങണം. ലോകം മൊത്തം കറങ്ങി നടക്കുന്ന ആളാ. എന്നിട്ടും സെലക്ഷൻ സയൻസ് ലെവൽ ഏശില്ല അദ്ദേഹത്തിന്. അതെനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. മോളെന്താ ഒന്നും മിണ്ടാത്തെ? ഓ, ഇവള് ഭയങ്കര റിസർവ്ഡാ. ആ ദേ, മോക്ക് ഇത് നന്നായി ചേരും. നോക്കിയേ, അസലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബോംബെ പോകുമ്പോ വേണ്ടി ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം അദ്ദേഹം പോകുമ്പോ തന്നെ ഒന്ന് വാങ്ങാൻ പറയണം. ഇതൊക്കെ ബോംബെന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് കോയമ്പത്തൂരുള്ള തത്താനെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുന്നതാ. ഞാൻ വേണ്ട, ഏർപ്പാട് ചെയ്തു തരാം. 10 പവൻ കാണണം. നിക്ക് ഞാൻ കണ്ടു. എന്നിട്ട് എന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങാന്ന് കരുതിയോ? ഇവിടെ പ്രത്യേകിച്ച് ഗസ്റ്റ് ആരുമില്ല. കേരള അകത്തോട്ട് വാ. വെറുതെ ഞാനൊന്ന് ഞെട്ടി. എന്താ ഞെട്ടിയത്? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ വെച്ചിട്ട് വരൂ. ഇത്ര ധൃതിയോ? ഇങ്ങോട്ട് വാന്നേ. മിസ്റ്റർ കേണൽ ഒന്നും മിണ്ടാതെ തിരിച്ചു പോവാൻ പുറപ്പെട്ടതാ. ഞാൻ പിടിച്ച് കയറ്റി. അയ്യോ പാവം. മിസ്റ്റർ കേണൽ കളി കാണാറില്ലല്ലേ? ഉണ്ട്, പക്ഷെ ക്രേസ് ഇല്ല. ഇതൊന്നും ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ക്രിക്കറ്റ്? ഡെഫിനേഷനോ? അതെ, ദിനേശിന് അറിയോ? ഇല്ല. ഞാൻ പറയട്ടെ. 22 fools are playing and 22,000 fools are watching. മിടുക്കി. ഞാൻ പോട്ടെ. നിൽക്കൂ മിസ്റ്റർ കേണൽ. ആ 20,000 ഫൂൾസിൽ ഒരാൾ എന്റെ മോൻ ദിനേശ്. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ്. ഈ കമ്പം പിടിച്ചിട്ട് നടപ്പല്ലാതെ ഇവനെ കൊണ്ട് ഒരു വായിക്കും കൊള്ളില്ല എന്റെ കേണൽ.
കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. അതെ, ഒരു ഉത്തരവാദിത്വമൊക്കെ വരണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള തീരുമാനിച്ചാ ഞങ്ങൾ ഇപ്പോ. ആഹാ, ശുഭകാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഗോപാൽജി എത്തി. ഇരിക്കൂ ഗോപാൽജി. ഞാൻ പോട്ടെ. ഇരിക്കൂ മിസ്റ്റർ കേണൽ. ഇനി വളച്ചുകെട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ മോളെ അങ്ങ് തരൂ, എന്റെ മോന് വേണ്ടി. എനിക്കിഷ്ടം. അത് ഒരല്പം ക്രിക്കറ്റ് ചോരണ്ടെന്നുള്ളൂ, വേറെ അവന് ഒരു കുഴപ്പമില്ല. അത് ശരിയാവില്ല. എന്റെ മോൻ എന്താ ഒരു കുറവ്? ഈ കാണുന്ന സർവസ്വത്തിന് പാതി ഇവനാ. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? വാടി. പോടി. ഇവിടെ പറഞ്ഞതാ, പോടി. അയാളുടെ മോക്കണ്ട തലക്കൂറ്റും കൊമ്പുണ്ടോ? മോൻ വിഷമിക്കണ്ട. നമുക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതാ ക്രിക്കറ്റുകാരിയെ തന്നെ ഒപ്പിക്കാം. എന്ത് പറ്റി? എന്ത് പറ്റി? ബെഡ്റൂമിൽ വെച്ചിട്ട് എന്റെ നെക്ലസ് കാണുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. നീ അവിടെ നോക്കിയോ? എന്നെ നോക്കണ്ട, എനിക്കറിയാം അടുത്ത ആരാന്ന്. ഞാനല്ല. അല്ല, പിന്നെ ചന്ദ്രമതിയാ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അവരിവിടെ വന്നുള്ളൊരു ഏക സാക്ഷി നിങ്ങളാണ്. നീ പോലീസിനെ വിളിക്കും. അല്ല, എന്തിനാ മിണ്ടുമ്പോ പോലീസിനെ വിളിക്കുന്നത്? നമുക്കിത് പറഞ്ഞു തീർക്കാം. വേണ്ട, തൊണ്ടി സഹിതം അവളെ പിടിക്കുന്നത് എനിക്ക് കാണണം. നായരല്ല മെനൻ, ഞാൻ പോണു. അയ്യോ പോലെ ഇത്തിരി കഴിഞ്ഞു പോവാൻ കേണൽ. നിൽക്കണം. നിങ്ങൾ കേണൽ ആർക്കെ? ഓ കേണൽ, ഞാനത് മറന്നു, സോറി. ആരുടെ നെക്ലസാ മോഷണം പോയത്? എന്റെയാ. എവിടെ വെച്ചാ പോയത്? മുറിക്കകത്ത് വെച്ച്. നിങ്ങൾ ആ മുറിയിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഓഹോ, നിങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരിക്കെ മോഷണം നടക്കണമെങ്കിൽ മോഷ്ടാവ് ജനാലയിലൂടെ ആയിരിക്കണം കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. കമോൺ, വരൂ. എന്നാ വരട്ടെ? വന്നോളൂ. അല്ല, ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ, നിങ്ങളും വരൂ. ഏതാണ് മോഷണം പോയ ജനൽ? ജനലല്ല സാർ, മാലയാണ്. അതെ, മാല. മാല എവിടെ? അല്ല, ജനൽ എവിടെ? അതാണ്. ഓ, വീടിക്കുറ്റി. ആ എവിഡൻസ് കിടക്കൂ. ദിനേശ്, ഞാനിവിടെ ഉണ്ട് സാർ. താൻ ബീഡി വലിക്കോ? ഇല്ല സാർ. എന്നാ കള്ളൻ ആ ശീലമുണ്ട്. ഒരു ബീഡി തരൂ. നമുക്ക് നമ്മുടെ പഴയ ബ്രാൻഡ് തരൂ. അതെ, ഇതെടുത്ത ആരാന്ന് എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ആരാ കട്ടത്? അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രവതിയാ. അവര് വലിക്കോ? വലിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കട്ടത് അവരാ, അതെനിക്ക് ഉറപ്പാ. എങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാം. അതുകൊള്ളാം. ഇപ്പൊ ഞാൻ കയറി ഉടക്കിയതായി കുറ്റം. പിന്നെ ഞാൻ എന്തോ വേണം? 1 or 2 മാസം മാത്രം മകളായിട്ട് കൂടെ താമസിക്കാൻ വന്ന ഇവളെ കെട്ടിച്ചു തരാമെന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും ബീഡി വലിക്കോ? എന്താ സാർ കാര്യം? വലിക്കോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഇല്ല. ഈ ഏരിയയിൽ വേറെ ആര് വലിക്കും? എന്താ സാറേ പ്രശ്നം? ഇവരുടെ ഒരു നെക്ലേസ് മോഷണം പോയിട്ടുണ്ട്. അത് കട്ട കള്ളനെ പിടികൂടാൻ വന്നതാ. അതിനെവിടെ ആര് കട്ടു? നിങ്ങൾ എന്ന് ഇവര് പറയുന്നു. എനിക്ക് ഉറപ്പാണ് സാർ. എന്തായാലും എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച്. നിങ്ങളെ ഞാൻ ഇറങ്ങുന്നു. എനിക്ക് ധൃതിയുണ്ട്. എങ്കിൽ ആദ്യം ഇദ്ദേഹത്തെ സെർച്ച് ചെയ്യൂ. എന്നാ ധൃതിയില്ല. എങ്കിൽ അദ്ദേഹത്തെ സെർച്ച് ചെയ്യൂ. പെണ്ണുങ്ങളെയും സാറ് തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്? ആണെങ്കിൽ അല്ല, ഒന്നുമില്ല സാർ. ഇവിടെ കുടുക്കി തടി രക്ഷപ്പെടുത്താം. ഇനി ആ സ്ത്രീകളെല്ലാം ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. താങ്കൾ എങ്ങോട്ട് പോകുന്നു? എനിക്ക് 6:30 ഒരു മരുന്ന് കഴിക്കാനുണ്ട്. ഓഹോ, അതിനിപ്പോ 1:30 ആയുള്ളൂ. സോറി. അപ്പോ മാല നിങ്ങൾ എടുത്തിട്ടില്ലല്ലേ? ഇല്ല. നിങ്ങളുടെ ദേഹത്ത് നിന്ന് ഞാനത് കണ്ടെടുത്താൽ വനിതാ പോലീസിന്റെ സഹായമില്ലാതെ പരിശോധിക്കാനൊരു അടവ് അല്ലേ? നിങ്ങൾ എഴുതിക്കടി. പേരും കള്ളി. എന്റെ അമ്മയ്ക്ക് കക്കുന്ന ശീലമില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറന്നു വന്നിരുന്നാണോ നെക്ലേസ്? കള്ളി. എന്റെ ഭാര്യയെ കള്ളിന്ന് വിളിച്ചാലുണ്ടല്ലോ. കള്ളി പിന്നെ പുള്ളി വിളിക്കാൻ പറ്റും. എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ മനസ്സിലായി, കള്ളി. ഗോപാൽജി, എന്താ ഇത്? അന്തസ്സുള്ള 2 കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറിയാൽ ഈ കോളനി മുഴുവൻ അറിയും. ഇൻസ്പെക്ടർ സാർ, ഇതൊരു കേസ് ആക്കണ്ട. ഈ കോളനി മുഴുവൻ ബാഡ് സ്മെല്ലാവും. ചിലപ്പോ നെക്ലേസ് മുടിയിൽ ഉടക്കി പോന്നതാവാം. തന്നെയുമല്ല, ഈ സ്വർണവും മുടിയും തമ്മിൽ ഒരു കാന്തിക ശക്തി അങ്ങനെ വരാൻ സാധ്യതയില്ല. ഓഹോ, എനിക്കും ഈ മോഷണത്തിൽ അത്ര വിശ്വാസം കറക്റ്റ്. യഥാർത്ഥ പ്രതി വേറെ ആരുമാണ്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഒരു ബീഡി വലിക്കാൻ. എന്തായാലും ഞാനവനെ പൊക്കും. ഇതിന്റെ പേര് നിന്റെ സെക്രട്ടറി സ്ഥാനം ഞങ്ങൾ തെറിപ്പിക്കും. നീ എന്നെ ഒരു ചുക്ക് ചെയ്യില്ലടി. എങ്കിൽ അസോസിയേഷൻ മീറ്റിംഗ് വെച്ച് കാണാം. 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 പോടി, വാടി.
ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു.